Hi, hello. Once again, welcome back to my YouTube channel. This is Jeffria and you are watching Jeff and Joe Vlogs. ഇന്ന് ജൂലൈ 14th നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്നത് വാഗമൺ എറണാകുളമാണ്. ആക്ച്വലി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ശരിക്കും നല്ല മഴയുണ്ട്. ഇവിടെ ഇടുക്കി എറണാകുളം ജില്ലകൾക്കൊക്കെ ഇപ്പോൾ മഴേൻ്റെ അലേർട്ട് മെസ്സേജസൊക്കെ നമ്മുടെ മൊബൈലിലൊക്കെ കിട്ടിയിട്ടിരിക്കുവാണ്. ആക്ച്വലി ഒട്ടും സേഫ് അല്ല ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് എമർജൻസി ആയിട്ട് എറണാകുളം എത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങി. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ തരാം. എൻ്റെ പേര് ജെഫ്രിയ എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ന്യൂട്രീഷനിസ്റ്റ് ആണ്. അപ്പം നമ്മൾ താമസിക്കുന്നത് ആക്ച്വലി എറണാകുളമാണ്, പക്ഷെ നമ്മുടെ ഹോം ടൗൺ വന്നിട്ട് ഇടുക്കിയാണ്. അപ്പോൾ എവറി വീക്ക് നമ്മൾ ഇടുക്കി എറണാകുളം ട്രാവൽ ചെയ്യുക എന്നത് കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഒരു സ്ഥിരം റുട്ടീനാണ്. അപ്പം ഞാൻ ഇതിന് മുമ്പുള്ള എൻ്റെ വ്ളോഗ്സിനകത്തൊക്കെ ഞാൻ ഇടുക്കിക്ക് ട്രാവൽ ചെയ്യുന്നതും ബാക്ക് ടു എറണാകുളം ട്രാവൽ ചെയ്യുന്നതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പം പോകുന്ന വഴിയിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം മാക്സിമം നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുമ്പം കാണാനായിട്ട് ചാൻസ് ഉള്ള നല്ല നല്ല പാർട്ടുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കുട്ടി കാര്യമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആക്ച്വലി നമ്മളിത് ക്യാപ്ചർ ചെയ്യുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടെയുണ്ട്. നമുക്കറിയാം എനിക്ക് കൂടുതൽ ഇപ്പോൾ ഉള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ളവർ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സൊക്കെ പുറത്തൊക്കെയാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫാമിലിയിലൊക്കെ ഓൾമോസ്റ്റ് ആൾക്കാരും വെളിയിലൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ എന്താ പറയുന്നത്, എപ്പോഴും പണ്ടൊക്കെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമൊക്കെ ഇപ്പം കാണുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ടാണ് ഞാനിത് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഈവൻ ഇടുക്കിയിലൊക്കെ വന്നിട്ടില്ലാത്ത ആളുകൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടുക്കിയൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ലൈഫിൽ വിസിറ്റ് ചെയ്യുക. വാഗമൺ അടിപൊളി സ്ഥലമാണ്. ബേസിക്കലി ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് എയർ അടിപൊളിയാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആക്ച്വലി ഈ വാഗമൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇടുക്കി ജില്ലയിലെ വൺ ഓഫ് ദ എന്താ പറയുന്നത് ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് തന്നെ പറയാൻ പറ്റും. മൂന്നാർ, വാഗമൺ, തേക്കടി ഇതൊക്കെയാണ് ഇവിടെ ഇടുക്കി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാഗമൺ കാഞ്ഞാർ റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇത് കുറച്ചൊരു റിസ്കി പാത്ത് വേ എന്ന് നമുക്ക് പറയാൻ പറ്റും. നല്ല റോഡൊക്കെയാണ്, പക്ഷെ നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. കാരണം ഇവിടെ മൊബൈൽ സിഗ്നൽസ് വളരെ കുറവാണ്, പിന്നെ വണ്ടികൾ പാസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ മോസ്റ്റ്ലി ഈ റൂട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഡേ ടൈമിങ്ങിൽ ട്രാവൽ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന പരമാവധി അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവിടുന്ന് ഒന്ന് ആ സിറ്റുവേഷൻ കവറപ്പ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മഞ്ഞാണ്, നല്ല തണുപ്പാണ്. എനിക്കിത് എത്രത്തോളം നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്ത് കാണിച്ചു തരാൻ പറ്റുന്നുണ്ട് എന്നറിയത്തില്ല. എനിക്ക് ഇവിടെ നിർത്തി ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കറിയാമല്ലോ, മഴക്കാലത്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അട്ട ഉള്ള സമയമാണ്. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കാലിൽ അട്ട കയറും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നല്ല മഞ്ഞുണ്ട്. നമ്മൾ ആക്ച്വലി വാഗമൺ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാഗമൺ കഴിഞ്ഞ് ഇത് കാഞ്ഞാർ റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്തൂടെയൊക്കെ പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ സീസണിൽ ഇതുവഴി പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ വേനൽക്കാലത്ത് പോയാൽ പോലും ഇങ്ങനത്തെ ഒരു മിസ്റ്റി കൈൻഡ് ഓഫ് ക്ലൈമറ്റ് തന്നെയായിരിക്കും ഇവിടെ ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര തവണ എനിക്കറിയത്തില്ല, ഇതുവഴി ഒരു ഇഷ്ടംപോലെ തവണ പോയിട്ടുണ്ട്. പക്ഷേ ഓരോ തവണയും പോകുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു ഫീലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അത് ആക്ച്വലി ഇതുവഴി പോയിട്ടുള്ള ആളുകൾക്കത് മനസ്സിലാകും ഞാനിത് എന്താണ് മീൻ ചെയ്യുന്നതെന്നുള്ളത്. നല്ല അടിപൊളിയാണ്. പിന്നെ മൺസൂൺ സീസണിൽ ആക്ച്വലി ഇടുക്കി ജില്ലകളിൽ വിസിറ്റ് ചെയ്യുന്ന കുറച്ച് റിസ്കി ടാസ്ക് തന്നെയാണ്. കാരണം ലാൻഡ് സ്ലൈഡ്, പിന്നെ ഹെവി റെയിന്, പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെയാണ് അപകടങ്ങൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ക്ലൈമറ്റ് വൈസ് അടിപൊളിയാണ്. പിന്നെ ബേസിക്കലി ഈ ഒരു സമയത്ത് റിസോർട്ടുകളിലൊക്കെ ചാർജസ് വളരെ കുറവായിരിക്കും. കാരണം ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ റിസോർട്ടൊക്കെ നോക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാരണം ഒത്തിരി റിസോർട്ടുകളൊക്കെ ഇപ്പോൾ ഓഫർ സെയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ ക്ലൈമറ്റൊക്കെ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് മൺസൂൺ ടൈമിങ്ങിൽ തന്നെ വാഗമൺ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പ്രോപ്പർ ടൈമിങ്ങും കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ട് പാസ് ചെയ്യുക. പിന്നെ ഇതൊക്കെയാണ് പോകുന്ന വഴിക്കുള്ള ആംബിയൻസ്. ഞാൻ അധികം സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളപ്പം ആംബിയൻസും കാര്യങ്ങളൊക്കെ കാണുക. ഓക്കെ.